പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. RSS നേതാവ് മോഹൻ ഭഗവതിന് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾക്കോ അല്ലെങ്കിൽ രാജ്യത്തുള്ള മറ്റ് നേതൃത്വങ്ങൾക്കോ ഒന്നും ഈ സുരക്ഷാ സംവിധാനമില്ല. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉള്ള സെക്യൂരിറ്റി RSSൻ്റെ സർസംഘ് ചാലകായ മോഹൻ ഭാഗവതിന് നൽകുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്നാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. രാഷ്ട്രതലവന്മാരെ ഏറ്റവും കൂടുതൽ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുക വിദേശ രാജ്യങ്ങളുടെ ചാരസംഘടനകളുടെ പഠനവും മറ്റുമൊക്കെയാണ്. അതിൽ സ്വദേശി പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ഭരണത്തലവന്മാർക്ക് വളരെ കുറഞ്ഞ തോതിലാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം അങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ വിരളമാണ്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ അതാത് രാഷ്ട്രത്തിലെ ആളുകൾ ശത്രുതയോടെ കാണുന്ന രീതിയും അപായപ്പെടുത്താൻ പോകുന്ന രീതിയും വളരെ കുറവാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് രാഷ്ട്രതലവന്മാർക്ക് ഏറ്റവും അധികം അപകടകരമായ നിരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സുരക്ഷാ സംവിധാനം ലോകോത്തരമായ നിലകളിലേക്ക് ഉയർത്തും. ഉദാഹരണം പറയാം, നമ്മുടെ രാജ്യത്തെ ഒരു പൗരന് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട് എങ്കിൽ പോലീസ് സംവിധാനം ഒരുക്കുന്ന സുരക്ഷ നമുക്കറിയാം. അത് ആഭ്യന്തരമായി അദ്ദേഹത്തിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. പക്ഷെ ഒരു നേതാവിനെ സംബന്ധിച്ച് വരുന്ന പ്രശ്നം അങ്ങനെയല്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് വരുന്ന പ്രശ്നം അങ്ങനെയല്ല. കാരണം അതിന് ചില ഗൗരവതരമായ മാനങ്ങളുണ്ടാവും. അത് രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് വിദേശ രാഷ്ട്രങ്ങളുടെ കുബുദ്ധിയാൽ ഉദിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സെക്യൂരിറ്റി സംവിധാനത്തിന് വലിയ പരിഗണന ലഭിക്കുന്നത്. അപ്പോൾ RSS തലവനായ മോഹൻ ഭാഗവതിന് ഇത്തരം വലിയ ഒരു സെക്യൂരിറ്റി, മോഹൻ ഭാഗവതിന് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും തുല്യമായ പരിഗണന നൽകുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം ഈ രാജ്യത്ത് ഒരു പാർലമെൻറ്റ് അംഗമല്ല, ഒരു പഞ്ചായത്ത് മെമ്പറല്ല, രാജ്യത്തെ കേവലം ഒരു വ്യക്തി മാത്രമാണ്. മോഹൻ ഭാഗവത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു പൗരനാണ്, കേവലമായ ഒരു പൗരൻ മാത്രമാണ്. അതിനപ്പുറത്ത് ഭരണഘടനാപരമായ ഒരു പദവികളിലും ഇരിക്കുന്ന ആളല്ല. അങ്ങനെ ഭരണഘടനാപരമായ പദവികളിലൊന്നും തന്നെ ഇരിക്കാത്ത, ഭരണഘടനാപരമായ പദവികളൊന്നും തന്നെ വഹിക്കാത്ത RSS തലവനായിട്ടുള്ള മോഹൻ ഭഗവതിന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സെക്യൂരിറ്റി സംവിധാനം നൽകുന്നതിലൂടെ RSSും BJPയും ഈ രാജ്യത്ത് നൽകാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണ്? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അനൗദ്യോഗികമായ രാഷ്ട്രത്തലവൻ മോഹൻ ഭഗവതാണ് എന്ന് BJP ഭരണകൂടം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ സർസംഘ് ചാലകാണ് മോഹൻ ഭാഗവത് എന്ന തരത്തിലുള്ള ഇടപെടലുകൾ അപകടകരമായ ഒന്നാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെയും രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെയും രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്വഭാവത്തെയും തകർത്തുകൊണ്ടാണ് ഇത്തരം കേവലം വ്യക്തികൾക്ക്, രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉള്ള പദവികൾക്ക് തുല്യമായത് നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനെതിരെ പ്രതിപക്ഷം രാജ്യസഭയിലും ലോകസഭയിലുമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും BJPയും RSSും ഈ രാജ്യത്ത് വരുത്താൻ ശ്രമിക്കുന്ന അപകടകരമായ സന്ദേശങ്ങളെ ചെറുക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.